മഹാശക്തിയുടെ കാരുണ്യത്തിൽ കൂടി ഓരോ വർഷം കഴിയുന്നതോറും ഉപരിയായ നിലയിൽ അത് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഈ സന്നിധാനത്തിൽ ബാഹ്യമായി നോക്കിയാൽ ആളുകൾ കുറവാണെങ്കിലും ഓരോ പ്രദേശത്തും ശാഖാശ്രമങ്ങളിലും പ്രത്യേകം തിരഞ്ഞെടുത്ത ചില ഭവനങ്ങളിലും വിദേശത്തും വളരെ മനോഹരമായി ഈ ദിനം വളരെ ആഘോഷമായി തന്നെ സ്തുതിക്കുവാൻ, സ്തുതി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ആ ആഘോഷത്തോടുകൂടി മനോത്സവമായി നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 9 മണി മുതൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ആരംഭിച്ചു. അപ്പോൾ നമുക്ക് കുറവാണ് എന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. ഒരു വിധത്തിൽ ഇവിടുത്തെ ഭാഗ്യമായ അംഗബലം നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ലോകത്തിലേക്ക് ദർശിക്കുമ്പോൾ അംഗബലം കൂടുതലാണ്. കാരണം പല സാഹചര്യങ്ങളിലും ഭവനങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷെ അതത് സ്ഥലങ്ങളിലാവുമ്പോൾ നമുക്കത് പങ്കെടുക്കാൻ കഴിയും. അങ്ങനെ അവിടങ്ങളിൽ ഉള്ള ജനസംഖ്യയെ ചിന്തിച്ചു നോക്കുമ്പോൾ പതിവിൽ കൂടുതൽ ആളുകൾ ഇന്ന് നമ്മുടെ യുവജനസ്തുതിയിൽ പങ്കെടുക്കുക. അങ്ങനെ ലോകം മുഴുവൻ ആത്മബോധോദയ സംഘാംഗങ്ങൾ ഇന്നേ ദിവസം യുവജനസ്തുതി നടത്തുന്നു. നമ്മുടെ ഒരു ഭക്തൻ രാവിലെ എന്നെ അറിയിച്ചു, 14ാമത് യുവജനസ്തുതി 14-ാം തീയതി ഉണ്ട്, നവംബർ 14. ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം, ശിശുദിനം നമ്മൾ ഈ കൊറോണ വ്യാപനത്തിന് ശേഷം നമ്മുടെ സന്താനങ്ങൾക്കായി, ശിശുക്കൾക്കായിട്ട് ഇന്ന് നമ്മുടെ സന്നിധാനം തുറന്നു കൊടുത്തു. അപ്പോൾ നമ്മുടെ സന്താനങ്ങൾ ഒത്തുചേർന്ന് കീർത്തനങ്ങൾ ആലപിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആനന്ദത്തിലേക്ക് ഹൃദയം ഉയരുന്നു. അത് നിങ്ങൾക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ്. കാരണം നിഷ്കളങ്ക ഭക്തിയോടുകൂടി അവരോരോരുത്തരും വളരെ വേദനയോടുകൂടിയാണ് വെളിയിലിരുന്നുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് പ്രവേശിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയങ്ങൾ ഈശ്വരൻ അറിയുന്നു. ആ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അതിൽ നമുക്ക് ആനന്ദിക്കാൻ ഈശ്വരൻ അനുവദിക്കുന്നു. അപ്പോൾ ഈ സ്തുതി ഇപ്പോൾ ആരംഭിച്ച് നാളെ പ്രഭാതം വരെയും ഉന്നതമായ നിലയിൽ ഈശ്വരൻ നമുക്ക് അനുഭവമാക്കി തരട്ടെ. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആശ്രയിക്കുന്ന അപേക്ഷകളെ ഉപേക്ഷ കൂടാതെ സ്വീകരിക്കാൻ കരുണയോടുകൂടി വാഴുന്ന ജഗദീശ്വരനെ കാണുവാൻ തന്റെ സന്താനങ്ങൾ, കുഞ്ഞുങ്ങൾ കണ്ണനെ കാണുവാനായി ഓമന കുഞ്ഞുങ്ങൾ ഓടിയെത്തി.
അനുഗ്രഹത്തെ ആനന്ദമായി സ്വീകരിക്കുവാനും തിരുമാറിൽ ചേർന്നു സുഖിക്കുവാനും ആനന്ദമായി ലയിക്കുവാനും തിരുമാറിൽ ചേർന്നു സുഖിക്കുവാനും ആനന്ദമായി ലയിക്കുവാനും അഖിലലോകേശ്വര വേദങ്ങളെ എന്നും കരുതി വളർത്തേണമേ. അഖിലലോകേശ്വര വേദങ്ങളെ എന്നും കരുതി വളർത്തേണമേ. അഖിലലോകേശ്വര വേദങ്ങളെ എന്നും കരുതി വളർത്തേണമേ. അപ്പോൾ നമ്മുടെ ഈ സ്തുതിയിൽ ഇപ്രകാരം നമ്മുടെ സന്താനങ്ങൾ വന്നു ചേർന്ന് നമുക്ക് സ്തുതി നടത്തുവാൻ കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ കരുതുന്നത്. ഇത് എൻ്റെ സന്താനങ്ങൾക്കെല്ലാം സന്തോഷമായി എന്നും ആദർശത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആദർശ പുരുഷനാകുന്ന ഈശ്വരനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഉത്തമ സന്താനങ്ങളായി ലോകത്തിൻ്റെ യാതൊരുവിധ കേടുപാടുകളിലേക്കും പോകാതെ മലിന ചിന്തകളോ വാക്കുകളോ കർമ്മങ്ങളോ ഒന്നും കൂടാതെ മാതാപിതാ ഗുരു ദൈവം എന്ന ഭക്തിയോടുകൂടി എന്നും ജീവിക്കുവാൻ എൻ്റെ സന്താനങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ആ തിരുഹൃദയത്തിൽ കരുതി വളർത്തട്ടെ. ഒരു മാലിന്യങ്ങളിൽ പോയി ആരും അന്യമായി പോകാതെ ജഗദീശ്വരൻ കാത്തു രക്ഷിക്കട്ടെ. അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര അവതാരമായി വാഴും പരമാത്മാവേ, അവതാരമായി വാഴും പരമാത്മാവേ, അവതാരമായി വാഴും പരമാത്മാവേ, അവതാരമായി വാഴും പരമാത്മാവേ. അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര നമുക്ക് എന്നും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ് ആകെ ആവശ്യമായുള്ളത്. ആ മഹാകാരുണ്യം മാത്രം, മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. സത്യമേ സത്യം, നമുക്കൊന്നും ആവശ്യമില്ല. ഈശ്വരന്റെ കാരുണ്യം മാത്രം മതി, എന്തും നമുക്ക് നേടിയെടുക്കാം. നേടാനായിട്ടോ തേടാനായിട്ടോ ഒന്നും ഒരാഗ്രഹവും ഉണ്ടാവുകയില്ല. അതിൻ്റെ യഥാർത്ഥമായ വഴിയിലേക്ക്, അതിൻ്റെ യഥാർത്ഥമായ ചിന്തകളിലേക്ക്, ആ യഥാർത്ഥത്തിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ ഒരു വിധത്തിലും നമുക്ക് ഒന്നിനോട് ഒരാഗ്രഹവും തോന്നുകയില്ല.
നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ മഹാകാരുണ്യം നമുക്ക് നിരന്തരമായി ഇങ്ങനെ ഒഴുക്കി തരികയാണ്. അതാണ് നമ്മുടെ അനുഭവം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ചിന്തിച്ചാലും, ഇതിൽ ജഗദീശ്വരൻ എഴുന്നള്ളി വാഴുന്ന വാഴ്ചകളെ കുറിച്ച് ചിന്തിച്ചാലും, ഇതിൽ കൂടി നമുക്ക് അനുഭവമാക്കി തരുന്ന ഓരോ കർമ്മങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് ചിന്തിച്ചാലും, സ്ഥാപനത്തിന്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചാലും, ഇതിലേക്ക് ഭക്തജനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചാലും, അങ്ങനെ ഓരോന്നോർക്കുമ്പോൾ അതു ഈശ്വര ഇച്ഛകളാകുന്നു. എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും പറയുക, എപ്പോഴും പ്രവർത്തിക്കുക. അങ്ങനെ മനസ്സാ വാച കർമ്മണ ഈശ്വരഹിതമായ ഒരു ആത്മാവ് രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ സർവദാ കാരുണ്യം മാത്രമേ ഉള്ളൂ. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, ജാതി മതഭേദങ്ങളില്ല, മതവർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. കാരണം എന്താണ്? ഭേദമില്ലാത്ത ഏകസ്വരൂപൻ ഈശ്വരൻ ഒരുവൻ മാത്രമാണ്. ആ ഈശ്വരനെയാണ് നമ്മൾ ശുഭാനന്ദ നാമത്തിൽ ആശ്രയിച്ച് ആരാധിക്കുന്നു. ആ ഈശ്വരനാണ് ശുഭാനന്ദ നാമത്തിൽ തിരുവവതാരമായി ലോകത്തിൽ വാഴുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ ശബ്ദങ്ങളും, ഇപ്പോൾ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ അനേകം കാര്യങ്ങളുണ്ടാകും. ഓരോ കാര്യങ്ങൾ, ഓരോ ദിവസവും നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ അപ്രകാരം ഓരോ തിരുശബ്ദങ്ങളും നമുക്ക് പ്രാവർത്തികമായതിനെ കുറിച്ച് അനേകം അനുഭവങ്ങൾ പറയാൻ കാണും. പക്ഷെ പലപ്പോഴും എല്ലാ അനുഭവങ്ങളും നമുക്ക് അതേപോലെ വർണ്ണിക്കുവാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഒന്നും എല്ലാവർക്കും കഴിയും. പക്ഷെ ഒരു മഹാസത്യം, ഗുരുനാഥൻ ഒരു തിരുശബ്ദം ഒരാളിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളിന് വേണ്ടി എന്ന് തോന്നുന്നുവെങ്കിൽ അതൊരാളിന് വേണ്ടി അല്ലല്ലോ. ഗുരുവിൻ്റെ ശബ്ദങ്ങളൊന്നും പ്രത്യേകമായ ഒരു സാർത്ഥതയിലല്ല, എല്ലാം പരോപകാരാർത്ഥമായിട്ടും പരന്മാർക്ക് വേണ്ടി, സർവാത്മാക്കൾക്കും വേണ്ടിയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നമ്മുടെ ഒരു ഭക്തനോട് പറഞ്ഞു, ഗുരുനാഥൻ ഒരു ശബ്ദം ഒരാളിനോട് പറയുമ്പോൾ ആ ആളിന് അപ്പോഴുള്ള അറിവനുസരിച്ച് അതിനുള്ള അനുഭവങ്ങൾ, ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ ശബ്ദത്തെ ഓർക്കുന്ന ഒരാളിന് അപ്പോൾ തോന്നും, എൻ്റെ ഗുരുനാഥൻ എന്നോട് അങ്ങനെ പറഞ്ഞത് ഈ അനുഭവത്തിൽ എന്നെ എത്തിക്കാനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതേ ആശ്രയത്തിലും വിശ്വാസത്തിലും വളർന്നു വരുന്ന ഒരാളിന് അതിൻ്റെ അടുത്ത പടിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവിടെയും അതേ ശബ്ദത്തിന് മാറ്റമില്ല. അതേ ശബ്ദം അടുത്ത അനുഭവമായി വരുമ്പോൾ, അല്ല, ഇതായിരുന്നല്ലോ ഭഗവാൻ എന്നോട് പറഞ്ഞത്, ഇതായിരുന്നല്ലോ ഭഗവാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും വളരുകയാണ്, ആത്മാവ് അങ്ങനെ അറിവിൽ കൂടി ഉയരുകയാണ്. വീണ്ടും അടുത്ത പടിയിൽ എത്തുമ്പോൾ അവിടെ നിൽക്കുമ്പോഴും ഇതേ ശബ്ദത്തിന്റെ അനുഭവം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, ദൈവമേ, എൻ്റെ ഗുരുനാഥൻ ഇതായിരുന്നല്ലോ എന്നോട് പറഞ്ഞത്. അങ്ങനെ പടിപടിയായി ഉയർത്തപ്പെടുന്ന ഓരോ പടികളിലും, ഓരോ കർമ്മ വഴികളിലും, ഓരോ അവസ്ഥകളിലും ഗുരുവിന്റെ ശബ്ദത്തിനു മാറ്റമില്ല, തന്റെ ശക്തിക്കൊരു മാറ്റമില്ല.
പുരുഷൻ സാറിൻ്റെ 80ാമത് പിറന്നാൾ. അതിന് ആ പ്രാർത്ഥനയ്ക്ക് നടന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് അവിടുത്തെ പൈതങ്ങൾ ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പം ഞാനത് രാവിലെ കണ്ടപ്പോൾ പുരുഷൻ സാർ സാക്ഷി പറയുകയാണ്, ഭഗവാൻ അടിയനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു, ഞാൻ എത്തിയതല്ല, കൊണ്ടുവന്ന് എത്തിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്, ഒരു പ്രത്യേക കാര്യമുണ്ട് എന്ന് അന്ന് പറഞ്ഞു. ഇത് പലതവണ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പല അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്. എന്നെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് ഇന്ന അനുഭവം. ഇങ്ങനെ പറഞ്ഞു വന്ന പുരുഷൻ സാർ ഇന്നലെ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനായിരുന്നു എന്ന്. ഏതിനായിരുന്നു എന്ന്? തന്നെ ആദർശത്തിൽ കൂടി വളർത്തി ഉയർത്തിയ ഒരു ഉത്തമ സന്താനത്തെ നിർമ്മിച്ചെടുത്ത് അതിൽ ഭഗവാൻ ഉൾപ്രവേശനം ചെയ്ത് വാഴാനായിരുന്നു എന്ന് ആ സാധുവിന് ഇപ്പോഴാണ് മനസ്സിലായത്. ശബ്ദത്തിലോ വർഷങ്ങൾക്ക് മുൻപ് 1962 തിരിച്ചു വന്ന് ശക്തി ഉദയമായ ആ മാസത്തിൽ ഇവിടെ എത്തിച്ചേർന്ന പുരുഷൻ സാറിനോട് അന്ന് പറഞ്ഞ ആ ശബ്ദം എത്രത്തോളം കൃത്യമായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഓരോ വളർച്ചയിലും തളർച്ചയിലും, ഉയർച്ചയിലും താഴ്ചയിലും, ദുഃഖത്തിലും സുഖത്തിലും എല്ലാം തിരുശബ്ദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിയമജീവിതം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ പറയാൻ ആ ആളിന് അനുഭവം ഉണ്ടായത്. അറിവ് കർമ്മത്തിലൂടെ അനുഭവമായി തീരണം. അറിവ് ഗുരുനാഥൻ കൊടുക്കുന്നു ഓരോ സമയത്ത്. അത് കേട്ടു അത്ര കാര്യമായിട്ട് എടുക്കാതെ അത് കളഞ്ഞിരുന്നെങ്കിലോ? തിരുശബ്ദങ്ങളെ ഓരോന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാതെ എപ്പോഴൊക്കെ കിട്ടുന്നതൊക്കെ കളഞ്ഞ് ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ആലോചിച്ചാൽ ബാഹ്യമായി അഥവാ ഭൗതികമായി ഒരു സുഖങ്ങളും കാര്യമായി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ ദാരിദ്ര്യത്തോടു കൂടി തന്നെയാണ് ലോകത്തിൽ ജീവിച്ചിരുന്നത്. അത്രയും ദുഃഖങ്ങൾക്കിടയിലും ഗുരുശബ്ദങ്ങളെ ഹൃദയത്തിൽ കരുതി ജീവിക്കുവാൻ ശ്രമിച്ചത് കൊണ്ടാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ടാണ് ഈ അനുഭവം ഇന്ന് നമ്മളോട് പറയാൻ ഇടയായി തീർന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ മാറും. അവിടെ നിന്നുകൊണ്ടും ഇതേ ശബ്ദം തന്നെ അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയും. എപ്പോഴാണെന്നറിയുമോ? ഗുരുരൂപത്തിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോൾ, ആ ഗുരുരൂപമായി ആത്മാവ് രൂപാന്തരപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെയും ആ ആത്മാവ് അങ്ങനെ തന്നെ പറയും, എൻ്റെ ഗുരുനാഥൻ ഇതായിരുന്നല്ലോ എന്നോട് അന്ന് പറഞ്ഞത്. അപ്പോഴും ശബ്ദത്തിനു മാറ്റമില്ല, മാറ്റമില്ല. അതാണ് ഗുരുശബ്ദത്തിന്റെ പ്രാധാന്യം. ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവിന് നമ്മുടെ ദീപഭക്തരുടെ പറഞ്ഞതുപോലെ എന്റെ ആശ്രമത്തിലെ വിഗ്രഹം സംസാരിക്കുന്നതാണ്. എന്റെ ആശ്രമത്തിലെ വിഗ്രഹം സംസാരിക്കുന്നതാണ്. അതെ, നമ്മുടെ ഗുരുനാഥന് ജീവനുള്ളതാണ്. ഗുരുവിന്റെ ശബ്ദങ്ങൾക്ക് ജീവനുള്ളതാണ്. ആ ജ്ഞാനത്തിന് ജീവനുള്ളതാണ്. അത് എന്നും വളരുന്നതാണ്. അത് എന്നും വളരുന്നതാണ്. ഒരിക്കലും മരിക്കാത്ത,
ഒരിക്കലും മങ്ങാത്ത, ഒരിക്കലും മറയാത്ത നിത്യ വെളിച്ചമായി വളർന്ന് 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 ഗുരുരൂപമായി തീരാൻ പ്രാപ്തിയുള്ള തിരുശബ്ദങ്ങളാണ്. മാറ്റമില്ലാതെ, മരണമില്ലാതെ തിരുശരീരങ്ങളെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ലോകരക്ഷാർത്ഥമായി വാഴുന്നു വാഴുന്നു ശുഭാനന്ദൻ. ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി അനുഭവം. യുവജനസ്തുതി ആരംഭിച്ച സമയത്ത് ഈ ഉദ്ദേശം പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ വ്യക്തിപരമായി ഭഗവാനിൽ നിന്ന് ചില അകലം, ചില ആളുകൾക്ക്, ഞാനൊന്നും ഞാൻ പറയുന്നു, അങ്ങനെയുള്ള ചില ആളുകൾ എന്തിനാ ഇതൊക്കെ, എന്ത് കാണിക്കാനാണ്, ഭഗവാൻ അങ്ങനെ വാണോളും ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട, ഭഗവാനെ ആരുടെയും സപ്പോർട്ടും വ്രതവും സ്തുതിയൊന്നും വേണ്ട, ഭഗവാൻ വാഴാൻ തീരുമാനിച്ചാണെങ്കിൽ വാഴും, അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചില ആളുകൾ എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ ചിന്തിക്കും, ദൈവമേ, എത്രത്തോളം അറിവിൽ എളിയവനാണ് എന്നോട് സംസാരിച്ചത് എന്ന് ഞാനപ്പോൾ ചിന്തിച്ചു. കാരണം വാഴണമേ വാഴണമേ ദീർഘകാലം ഭൂതലത്തിൽ എന്ന് നമ്മൾ അപേക്ഷിക്കുന്നത് ശരീരത്തിലെ സുഖവാഴ്ച ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഈ ജ്ഞാനം ശക്തിമത്തായി നമ്മളിലേക്ക് ഭവിപ്പിക്കാൻ കഴിയുള്ളൂ, നമ്മളിലേക്ക് ഈ ഊർജം പകർന്നു തരാൻ കഴിയുള്ളൂ, നമുക്ക് കണ്ട് സന്തോഷിക്കാൻ കഴിയുള്ളൂ. എന്നാലും അതിന്റെ പരമമായ ഉദ്ദേശം എന്താണ്? സർവശക്തനാകുന്ന ഉടമസ്ഥൻ ഈ ലോകത്തിൽ ഒരു തിരുവുടലിൽ കൂടി എന്നും ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൂ, നമുക്ക് ആനന്ദമുള്ളൂ, നമുക്ക് മോക്ഷമുള്ളൂ. നാവാൽ പറഞ്ഞു തെളിയിക്കുന്ന തന്റെ ആദിയന്തമില്ലാത്ത വേദത്തെ ആ ശ്രവണേന്ദ്രിയത്തിൽ കൂടി ആത്മാവിലേക്ക് ഭവിച്ചു നിനക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഗുരുനാഥൻ ലോകത്തിൽ വാണിരുന്നേ മതിയാവൂ. അതിനുവേണ്ടി സങ്കല്പിച്ചാണ് നമ്മൾ ഈ സ്തുതി നടത്തുന്നത്. അതൊരു വ്യക്തിപരമായ തീരുമാനമായിട്ടോ വ്യക്തിപരമായ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശരീരത്തിനോടുള്ള പ്രത്യേക താല്പര്യമായിട്ടോ ആരും കാണരുത്. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. പ്രത്യക്ഷ ദൈവത്തിന്റെ അത്ഭുത വാഴ്ച ലോകത്തിൽ ആത്മാക്കൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ ആനന്ദ സമ്പൂർണനും ഐശ്വര്യനായകനുമാകുന്ന ജഗദീശ്വരൻ വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. സുഖം എന്താണെന്ന് ഒരു കണിക കൊണ്ടുപോലും തിരിച്ചറിഞ്ഞിട്ടില്ലാതെ ഇന്നും ഈ അന്ധകാര ലോകത്തിൽ ബന്ധുവെ അറിയാതെ അലയുന്ന ആത്മലോകത്തിലേക്ക് അന്ധകാരം നീക്കുന്ന പരബ്രഹ്മജ്ഞാനത്തെ ഉളവാക്കി കൊടുക്കുവാൻ, ഓതിക്കൊടുക്കുവാൻ, അവന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവളുടെ ഉള്ളിലേക്ക് ബ്രഹ്മസ്വരൂപത്തെ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ സർവശക്തി ലോകരക്ഷാർത്ഥമായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്, ലോകത്തിൽ പല വിധത്തിലുള്ള രക്ഷകളുണ്ട്. ലോകത്തിൽ പല വിധത്തിലുള്ള രക്ഷകളുണ്ട്. രോഗിയായി കഴിയുന്ന ഒരാളിന് കൃത്യമായ ഔഷധം കൊടുക്കുന്ന ഒരു ഡോക്ടർ ഒരു രക്ഷകനാണ്. വിദ്യയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ വലയുന്ന ഒരാളിന് കൃത്യമായ വിദ്യ എത്തിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ രക്ഷകനാണ്. ഒരു നേരത്തെ ആഹാരമില്ലാതെ വിശന്ന് പൊരിഞ്ഞ് വലഞ്ഞിരിക്കുമ്പോൾ അവന് ആവശ്യമായ ആഹാരം അവന്റെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ തക്ക വിധത്തിൽ കൊടുക്കുന്നവൻ താൽക്കാലികമായി രക്ഷകനാണ്.
ഇതുപോലെ ലോകത്തിൽ പരിശോധിച്ചാൽ അനേക വിധത്തിലുള്ള രക്ഷാ വഴികളുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലവും ആ രക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ നിന്റെ ആത്മാവിനെ ഈ ഭാഗ്യലോകത്തിൽ നിന്ന് അഥവാ ജനി മരണ ചക്രത്തിൽ നിന്ന് വിടുവിച്ച് നിത്യമോക്ഷത്തിലേക്ക് അഥവാ നിത്യരക്ഷയിലേക്ക് എത്തിക്കുവാൻ ഈശ്വരന് മാത്രമേ കഴിവുള്ളൂ. അത് ജഗദീശ്വരന് മാത്രമേ കഴിവുള്ളൂ. അത് ശുഭാനന്ദ ദിവ്യ രൂപത്തിന് മാത്രമേ കഴിവുള്ളൂ. അതുകൊണ്ട് വാഴട്ടെ, വാഴട്ടെ, സർവശക്തി ലോകരക്ഷാർത്ഥമായി വാഴട്ടെ. എവിടെ മന്നിടത്തിൽ ഉന്നതനായി തിരുവുടലിൽ വാഴുവാൻ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നു യുവജന സ്തുതി. ഇതാ പിഞ്ചു പൈതങ്ങൾ ഒത്തുചേർന്ന് ഈ ശിശുദിനത്തിൽ, യുവജന സ്തുതിയുടെ ദിനത്തിൽ അകത്ത് പ്രവേശിച്ച് ആനന്ദചിത്തരായി അവിടെ ഇരിക്കുന്നു. ശിശുക്കളായുള്ള അരുമേത്രങ്ങൾ അടുത്തു വന്നീക സ്തുതിക്കുന്നു. ശിശുക്കൾ
ചെയ്യണേ. ഗുരുവിന്റെ തിരുഹൃദയത്തിൽ എപ്പോഴും നമുക്കൊരിടം, എൻ്റെ കുഞ്ഞ് എന്ന് ഗുരുനാഥൻ എപ്പോഴും ഓർക്കുവാൻ, ബാഹ്യമായി മാത്രമല്ല ആന്തരികമായി ആ ഓർമ്മ, ആ സ്ഥാനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ എപ്പോഴും നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കണം. മാതാപിതാക്കൾ പറയുന്നതും ഗുരുജനങ്ങൾ പറയുന്നതും ഒക്കെ കൃത്യമായി അനുസരിച്ച്. താൽക്കാലികമായി പലപ്പോഴും തോന്നും, കുഞ്ഞുങ്ങൾക്കെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ കുഞ്ഞുങ്ങളായി വളർന്നു വന്നതാണ്, ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, എന്തിനാണത് ചെയ്യുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. കുഞ്ഞു മനസ്സിൽ, കുഞ്ഞു ഹൃദയത്തിൽ, കുഞ്ഞറിവിൽ നിന്നുകൊണ്ട് പലപ്പോഴും തോന്നിപ്പോകും. പക്ഷേ ആ ചിട്ടയിൽ, മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന ചിട്ടയിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് അവന്റെ ഉയർച്ചയിൽ നിന്നുകൊണ്ട്, അവന്റെ വളർച്ചയിൽ നിന്നുകൊണ്ട്, അവന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാകും, എന്നെ ഞാനാക്കിയത് എൻ്റെ മാതാപിതാക്കളാണ്, എനിക്ക് ആവശ്യമായ അറിവുകൾ പകർന്നു തന്നത് എൻ്റെ അമ്മയാണ്, എനിക്ക് ആവശ്യമായതൊക്കെ ദാനം ചെയ്തത് എൻ്റെ പിതാവാണ്, എനിക്ക് ആവശ്യമായതൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ ഗുരുനാഥനാണ്. എന്നെ ഇന്ന് ഈ നിലയിലാക്കി ഈ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന് എന്നെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുന്നത് എൻ്റെ ഗുരുവാണ്. ഗുരുവിനെ വിട്ട് അന്യമായ ഒന്നുമില്ല. എൻ്റെ മാതാവായി നിന്ന് എന്നെ രക്ഷിച്ചതും പിതാവായി നിന്ന് എന്നെ രക്ഷിച്ചതും ഗുരുവായി നിന്ന് എന്നെ വളർത്തിയതും എനിക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ ഒരുക്കി തന്നതും എൻ്റെ ഗുരുവാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി ഗുരുനാഥന്മാരായത്, പ്രകൃതിയായത്, എല്ലാ കർമ്മങ്ങളായത്, കർമ്മഫലമായത് എല്ലാം ആരാണ്? നമ്മുടെ ഗുരുവാണ്. ആ അറിവിലേക്ക് ഉയർന്നു വരുന്നത് വരെ ഈ മാതാപിതാക്കളും ഗുരുജനങ്ങളും പറയുന്ന വഴിയിലൂടെ, ആ അറിവിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചേ മതിയാവൂ. അതിലുപരിയായി ആത്മബോധോദയ സംഘാംഗങ്ങളായി ജനിക്കുവാനും വളരുവാനും പരമഭാഗ്യം ലഭിച്ച ഈ കുഞ്ഞുങ്ങൾ വളരെ പ്രത്യേകമായി കരുതേണ്ടത് എന്താണ്? നമ്മുടെ ആദർശമാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരാളോട് കളവ് പറയാൻ പാടില്ല, ഒരാളിനെയും ഒരു വസ്തുക്കളും മോഷ്ടിക്കാൻ പാടില്ല, ഒരാളിനെയും തള്ളിപ്പറയാൻ പാടില്ല, ഒരാളിനെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. എല്ലാം ഗുരുവിന്റെ ഹിതം മാത്രമായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആദർശത്തിൽ ധീരരായി വളരാൻ പറ്റൂ. നമ്മൾ പ്രാർത്ഥിക്കുകയോ പറയുകയോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഗുരുവിന് ഹിതമാണോ എന്ന് പരിശോധിച്ചു പോകാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. അതിപ്പോൾ തൽക്കാലം ഇല്ലാത്തവർ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ വളർന്നു വരുമ്പോൾ ഈ അറിവിൽ നിങ്ങൾ എത്തിയിരിക്കും, നിശ്ചയമായി എത്തിയിരിക്കും. അതുകൊണ്ട് അറിവിൽ കൂടെ അനുദിനം ആശ്രയിച്ച് ജീവിക്കുക. ആരാധ്യനാകുന്ന ഗുരുവിന്റെ അരിമ കുഞ്ഞുങ്ങളായി എന്നും വളരുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദൈവം വളർത്തുന്നത് എങ്ങനെയാണ്? സ്വർഗ തുല്യമായൊരു
ഒരാളിനെയും നമ്മൾ അനുവദിക്കരുത്. ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നും വേണ്ട. ഒരാളിനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധം വേണ്ട, ഒരു ശത്രുതയും വേണ്ട. ഒരു നയപരമായ ഇടപെടൽ. ഒരു ക്ലാസ്സിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ ഒരാളെ കാണൂ ആത്മബോധി, ഒരാളെ കാണൂ ആത്മബോധി. ആ 39 പേരുടെയും സ്വഭാവം 39 തരത്തിലായിരിക്കും. മദ്യപാനിയുടെ വീട്ടിൽ നിന്ന് വരുന്നവൻ കാണും, മയക്കുമരുന്ന് കേസിൽ പ്രതിയായവന്റെ കാണും, അല്ലെങ്കിൽ മറ്റു ദുർനടപടികൾ പോകുന്നവന് കാണും, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കാണും. ഏത് പ്രകാരത്തിലായാലും ആത്മബോധോദയ സംഘത്തിലെ അംഗമല്ല. അപ്പോൾ അവർ ആത്മബോധത്തിൽ കൂടി ജീവിക്കുന്നവരുമല്ല. അവരിനി എത്ര ഉയർന്നവരാണെന്ന് പറഞ്ഞാലും, ലോകത്തിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നടത്താനുണ്ടെന്ന് പറഞ്ഞാലും, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ചിട്ടകൾ, അവരുടെ സംഭാഷണ ശൈലി, ഇതൊന്നും നമ്മളിലേക്ക് കലർത്താൻ പാടില്ല. നമ്മളെ ദൈവത്തിന്റെ വസിപ്പിടമാക്കി ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരന്റെ സിംഹാസനമായി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം വരുമ്പോ എപ്പോഴും പാടുകയില്ലേ, ഈശ്വരന്റെ സിംഹാസനം എന്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ടു പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം എന്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ടു പൂജ ചെയ്യും ഞാൻ. നമുക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ എവിടെയാണോ സഹകരിക്കുന്നത് അവിടേക്ക് ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ നല്ലതും തീയതും തിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിച്ച് നന്മയിലൂടെ പോകാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. ആ കരവലയത്തിനുള്ളിൽ നിന്ന് നമ്മൾ വെളിയിൽ പോകാൻ പാടില്ല. ഏത് കരവലയത്തിനുള്ളിൽ? നിയമജ്ഞനാകുന്ന ഗുരുവിന്റെ കരവലയത്തിനുള്ളിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അപ്പൊ ആ കരവലയം നിന്നെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കരുതി സൂക്ഷിക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിന്റെ അമ്മയെ നീ അനുസരിക്കണം. ഒരിക്കൽ നബി തിരുമേനിയോട് ഒരാൾ ചോദിച്ചു, ഈ ലോകത്തിൽ ഞാൻ ആരെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്മയെ. രണ്ടാമത് ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? നിന്റെ അമ്മയെ. അപ്പൊ അദ്ദേഹം അത്ഭുതത്തോട് നോക്കി, മൂന്നാമതോ? അതും നിന്റെ അമ്മയെ. നാലാമതോ? നിന്റെ പിതാവിനെ. ആ 3 സ്ഥാനവും അമ്മയ്ക്കാണ് പറഞ്ഞത്. 3 സ്ഥാനവും അമ്മയ്ക്കാണ് പറഞ്ഞത്. 4ാമതാണ് പിതാവിന് സ്ഥാനം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാവിനെയാണ്. മാതാവ് പറയുന്നത് കേൾക്കാൻ, മാതാവ് പറയുന്നത് അനുസരിക്കാൻ, മാതാവിനോട് തിരിഞ്ഞ് കണ്ണുകൊണ്ട് പോലും ഒരു ദേഷ്യം കാണിക്കാതെ കരുതാൻ ഖുർആൻ ഉപദേശിക്കുന്നു. ഛേ എന്നൊരു ശബ്ദം പോലും മാതാവിന്റെ നേരെ നീ ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അത് തന്നെയാണ് നമ്മുടെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞത്. മാതാപിതാ ഗുരു ദൈവമെന്നുള്ള ബഹുമാനിക്കുകയും ചെയ്യാൻ തീരുമാനം ചെയ്താൽ നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. മാതൃഹൃദയം നിന്റെ മേൽ അനുഗ്രഹം ചൊരിയണം. നീ മംഗളകർമ്മം തുടങ്ങാൻ പോകുന്നു, നിനക്കൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു, ഒരു വിദ്യ അഭ്യസിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കല അഭ്യസിക്കാൻ തുടങ്ങുന്നു. അതിന് ആ മാതൃഹൃദയം നിന്റെ മേൽ അനുഗ്രഹം ചൊരിയണം. എൻ്റെ കുഞ്ഞ് ഇന്ന കാര്യത്തിന് പോകുന്നു, കാത്തുകൊള്ളണേ എന്ന് ആ മാതാവിന്റെ ഹൃദയം ഒന്ന് മിടിച്ചാൽ മതി. വാക്കുകൊണ്ട് പറയുക പോലും വേണ്ട, വാക്കുകൊണ്ട് പറയണ്ട. അതുപോലെ പിതാവ്, അതുപോലെ മുതിർന്ന ജനങ്ങളുടെ എല്ലാം അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുന്ന അതിനു വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്നും മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണ്, ഗുരുജനങ്ങളോട് ബഹുമാനമുള്ളവരാണ്, ഒരു നല്ല ചിട്ടയായ ജീവിതം എന്നും തിരുമുൽ കാഴ്ച വയ്ക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേക ചിട്ടയോടുകൂടി വളർന്നു വരണം. അതാണ് ഈ യുവജനസ്തുതി ദിനത്തിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. ഈശ്വരന്റെ കാരുണ്യമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഈ സന്നിധാനത്തിൽ പ്രവേശിക്കുവാൻ അനുവാദം കിട്ടിയത്. അതിന് നന്ദിയോടുകൂടി പ്രാർത്ഥിക്കുക. എപ്പോഴും തിരുസന്നിധാനത്തിൽ സർവ്വസ്വാതന്ത്ര്യമായി വന്നിടപെടാനും ഇന്നടുത്തു നിന്നാര് വരുന്നുണ്ട് അവനെ ഇങ്ങോട്ട് കേറ്റല്ലേ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകാതെ, ഇന്നടുത്തു നിന്ന് ഇന്നാരുടെ മകൻ വരുന്നുണ്ട് അവനെ ഇതിനകത്തേക്ക് കേറ്റരുത് എന്നൊരാൾ പറയാനിടയാകില്ല. എന്ന് പറഞ്ഞാൽ
ആശ്രമ ചിട്ടയിലാണ്, അനുസരണയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ആരും അത് നിഷേധിക്കില്ല, ആരും കയറ്റാതിരിക്കത്തില്ല, കാത്തു നിൽക്കും. എൻ്റെ ഇന്നാര് വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കും, അന്വേഷിക്കും. ഒരു നേരം കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. ആ അവസ്ഥയിൽ വളരണം ഓരോരുത്തരും. അതിന് കറുപ്പും വെളുപ്പും ചുവപ്പും നീലയൊന്നുമില്ല. നിങ്ങൾ ഇട്ടോട്ട് വരുന്ന ഡ്രസ്സിന്റെ വലിപ്പവുമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അങ്ങനെ ഉയരണം, പരിശുദ്ധമായി ഉയരണം. അങ്ങനെ ചിട്ടയോടുകൂടി ജീവിക്കുക, ഈശ്വരന്റെ കണ്ണിലുണ്ണികളായി വളരുക. ഓമന കുഞ്ഞുങ്ങളെന്ന് ഞാൻ പറഞ്ഞത് അത് ഓമനത്വമായി തന്നെ പറഞ്ഞതാണ്. അതെന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞതാണ്. അത് എന്നും നിലനിർത്തി ജീവിക്കാൻ നിങ്ങളാണ് പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി ജീവിക്കുക. എപ്പോഴും ഗുരുവിനെ അനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, ഗുരുജനങ്ങളെ അനുസരിച്ച് ചിട്ടയായി ആദർശധീരരായി വളരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.